ഇപ്പം സമയം രാവിലെ ഒരു 7-7:30 മണിയായി കാണും. ഞാനും അമ്മൂമ്മയും കൂടിയാണ് പോകുന്നത്. എങ്ങോട്ടാണെന്നല്ല, അമ്മൂമ്മയുടെ കണ്ണോപ്പറേഷന് വേണ്ടി പോവുകയാണ്. ചെന്ന് നിൽക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് പോകാനുള്ള ബസ് വന്നു. ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഓപ്പറേഷന് പോകുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവരൊക്കെ അമ്മൂമ്മയെപ്പോലെ തന്നെ പോകാൻ വന്നിരിക്കുന്നവരാ. അങ്ങനെ നമ്മളിത് വണ്ടിയുടെ അകത്ത് കയറിയിരുന്നു കേട്ടോ. സമയം ഒരു 7 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നപ്പോൾ 8-8:30 മണിയായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പാലാരിവട്ടത്തുള്ള ചൈതന്യ ഹോസ്പിറ്റലാണ് നമ്മൾ വന്നത്. ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയല്ല നമ്മൾ അകത്തോട്ട് പോയത്, സൈഡിൽ കൂടിയായിരുന്നു. ദേ ഇരിക്കുന്നവരെല്ലാം നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവരാണ്. വന്നപ്പോൾ തന്നെ എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടുത്തെ പ്രൊസീജിയേഴ്സിനൊക്കെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. രാവിലെ പോകുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചായയും പഴംപൊരിയാണ് കേട്ടോ കഴിച്ചത്. അമ്മമ്മയുടെ പഴംപൊരി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചായ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മമ്മ വെയിറ്റിംഗ് ആയിരുന്നു ചായയ്ക്ക് വേണ്ടി. നമ്മൾ ചായ കുടിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണിൽ ഏത് കണ്ണിലാണോ സർജറി പറഞ്ഞിരിക്കുന്നത് ആ കണ്ണിൽ ഐ ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെ എല്ലാവരെയും ഇരുത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് പോയത്. അവിടെ ചെന്ന് ആധാറൊക്കെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ചൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ കൈ എത്ര വെച്ചിട്ടും തമ്പ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പ്രായമായത് കൊണ്ടായിരിക്കും, ഒരുപാട് പ്രാവശ്യം വെച്ചു. അങ്ങനെ അത് ശരിയായ ഉടനെ അമ്മൂമ്മേനെ ദേ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ അമ്മൂമ്മ വരും വരെ ഒരു കണക്കിനാണ് ഫോണും തോണ്ടിയിരുന്നത്. ഇതേ കണ്ടില്ലേ, അപ്പോഴത്തേക്ക് അമ്മൂമ്മ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മിടുക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണ് ഒട്ടിച്ചതെന്നല്ലേ, തട്ടി വീണതൊന്നും അല്ല കേട്ടോ. അമ്മൂമ്മയുടെ ഏത് കണ്ണാണോ സർജറി ചെയ്യേണ്ടത് അതിന് അടയാളം ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മൂമ്മയ്ക്ക് പിന്നെ ഷുഗറും പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയി. അപ്പോഴത്തേക്ക് സമയം 1 മണിയോടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മയ്ക്ക് ചോറൊക്കെ വാങ്ങിക്കൊടുത്തു. ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മൂമ്മനെയൊക്കെ സർജറിക്ക് വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്രയും നേരം ഹോസ്പിറ്റലിനകത്ത് ഇരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ സൈഡിൽ കൂടിയാണല്ലോ ഫസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കയറിയത്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഒന്നും കണ്ടേയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലൊക്കെ കറങ്ങി ഇരുന്നിരുന്ന് ബോറടിച്ചായിരുന്നു. ഒന്ന് കറങ്ങാമെന്നൊക്കെ ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഹോസ്പിറ്റലിൻ്റെ. നല്ല വലിയ ഹോസ്പിറ്റലാണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ ഞാൻ ചോറുണ്ടില്ല, അത് കാരണം പകരം ഒരു ചായ മേടിച്ച് കുടിച്ചു. സർജറി ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സമയം എടുത്തു. ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ടാകും. ഇപ്പോഴാണ് ഇത് എല്ലാവരും സർജറി കഴിഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും കണ്ണിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ അവിടെ നിന്ന് നേഴ്സ് വന്നിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൂടാതെ എല്ലാവർക്കും സർജറി ചെയ്ത കണ്ണിൽ വീണ്ടും ഐ ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും ഒരു ചാർട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ, അത് അവരുടെ ഇൻസ്ട്രക്ഷൻസാണ്. കണ്ണിൽ മരുന്ന് ഒഴിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്. അതൊക്കെ അവർ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചു. അങ്ങനെ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. രാവിലെ പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞു.